ഇന്ന് നമുക്കൊരു ബ്രെഡ് പോള ഉണ്ടാക്കിയാലോ. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സവാള കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും മല്ലിയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഈ കുറച്ച് ബ്രെഡ് ഇതേപോലെ സൈഡ് ഭാഗങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ബാറ്ററിൽ മുക്കിയിട്ട് പാനിൽ അടിയിൽ നിരത്തി വെക്കുക. ക്യാപ്പൊന്നും ഇല്ലാതെ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മുകളിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഈ പുഴുങ്ങിയ മുട്ട ഇതേപോലെ കമഴ്ത്തി വെച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബ്രെഡും കൂടി ബാറ്ററിൽ മുക്കിയിട്ട് മുഴുവനായിട്ടും വെച്ചെടുക്കാം. ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 30 മിനിറ്റ് കുക്കാക്കി എടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.